ഹായ് ഓൾ, വെൽക്കം ടു നോസിസ് സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് LDC പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളായിട്ട് നടന്ന LDC പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്കത് വെച്ച് നോക്കാം. ഏകദേശം 4 ഡിലീഷൻ വന്നിട്ടുണ്ട്, പിന്നെ 2 ക്വസ്റ്റ്യൻ ചേഞ്ചും ഉണ്ട് കേട്ടോ. ആദ്യത്തെ ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്ര. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റെവല്യൂഷൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ല. ബാക്കി ശരിയാണല്ലേ. ലോകജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക. അടുത്ത ചോദ്യം, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിലാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. അടുത്ത ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി? സ്ട്രാറ്റോസ്ഫിയർ. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള ധാതു ഏതാണ്? ഇൽമനൈറ്റ്. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി കർണാടകയ്ക്ക്. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം. മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബറി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. ശരിയാണ്. സമത്വം, സാഹോദര്യം എന്നീ പദങ്ങൾ ഇല്ല, അത് തെറ്റാണ്. അഖണ്ഡത എന്ന് പറയുന്ന പദം കൂട്ടിച്ചേർത്തു. ശരിയാണ്. അപ്പോൾ ആൻസർ 1ഉം 3ഉം മാത്രമെന്നാണ്. താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന ആര്? രാജ്കുമാരി അമൃത് കൗൾ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുക റോയ് എല്ലാവരും ഉണ്ടായിരുന്നു. അക്കാമ്പ ചെറിയാനാണ് ആൻസർ വരുന്നത്, അംഗമല്ലാത്തത്. അടുത്ത ചോദ്യം, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ്? ഇന്ത്യൻ ഫെഡറലിസം എവിടെ നിന്നാണ്? കാനഡ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഇതിൽ ചോദ്യം, ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആൻസർ. അത് ഓപ്ഷൻ D ആണ് വരിക. ഇവയൊന്നുമല്ല എന്നതാണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? വനമാണ്. വനം എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഏത് വർഷത്തേക്കാണ്? എത്ര വർഷത്തേക്കാണ്? 4 വർഷം കേട്ടോ, 4 വർഷം. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ ആന്റണിയോ ഗുട്ടറസ് പോർച്ചുഗൽക്കാരനാണ്. പോർച്ചുഗൽ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായത് ആകെ 1 മാത്രമാണ്. ഓപ്ഷൻ C ആണ് ആൻസർ. 1 മാത്രം ശരി. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, അത് മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, 28 കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. കൊച്ചി കുടിയായ്മ നിയമം 1914. മലബാർ കുടിയായ്മ നിയമം 1929. പണ്ടാരപ്പാട്ട വിളംബരം എപ്പോഴാണ്? 1865. കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട്
1957 അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം 2007 മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. 2 വകുപ്പ് 2 മുതിർന്ന പൗരന്മാരെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. മുതിർന്ന പൗരന്മാരെന്ന് പറഞ്ഞാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയ ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്നു. വകുപ്പ് 19 പറയുന്നത് വാർദ്ധക്യകാല ഗൃഹങ്ങൾ ഓൾഡ് ഏജ് ഹോംസിൻ്റെ ഫോർമേഷനാണ്, വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കലാണ്. വകുപ്പ് 15 അപ്പലേറ്റ് ട്രൈബ്യൂണുകളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ, അപ്പലേറ്റ് ട്രൈബ്യൂണുകളുടെ രൂപീകരണം. വകുപ്പ് 21 പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക എന്നുള്ളത്. ചോദ്യം ചേഞ്ച് ഉള്ളതാണ്. 1ഉം 3ഉം തെറ്റാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് ഇത്, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബജറ്റിൽ പരാമർശമുള്ള ഉന്നതി മിഷൻ എന്താണ്? പട്ടിക വിഭാഗങ്ങളുടെ ഉന്നതിനെ പറ്റി അങ്ങനെ ഓർത്താൽ മതി. പട്ടിക വിഭാഗങ്ങളുടെ ഉന്നതിനെ പറ്റി പറയുന്നതാണ് ഉന്നതി മിഷൻ. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഇത്? ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവനയല്ലാത്തത് എ ആണ് കേട്ടോ. പാൽമുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളത് അല്ല. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്ക് തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ബി ആണ് ആൻസർ. ഇനി മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്നത് EEG ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്നാണ്. മുകളിൽ പറഞ്ഞ എല്ലാം തെറ്റാണ് എന്നുള്ളതാണ് കേട്ടോ ആൻസർ. ഡി ആണ് ആൻസർ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ആസ്ട്രാസെനെക്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ പോളോ പോണിയാണ് കേട്ടോ. പോളോ പോണി. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജം. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഡി ആണ് 20 അല്ലേ, 20 ആണ്. അടുത്തത് ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം പാസ്കൽ നിയമം. ചന്ദ്രയാൻ 3യുടെ റോവർ ഏതാണ്? പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ. അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്തത് ഗൺ മെറ്റൽ അടങ്ങിയ ലോഹങ്ങൾ ഏതാണ്? ഗൺ മെറ്റൽ അടങ്ങിയ ലോഹങ്ങൾ കോപ്പർ, ടിൻ, സിങ്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH ഏതാണ്? 5 ആണ്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സോൾട്ട്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. കുറച്ച് വരികളും എഴുത്തുകാരും തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യത്തേത് എ. PN ഗോപികൃഷ്ണൻ. മിടുക്കർ കൈ രണ്ടും ചേർത്ത് കൊട്ടിയാൽ നഗരങ്ങൾ തകർന്നേക്കും, മടിയരോട് കൈ കോർക്കുമ്പോൾ കാലം അട്ടിമറിയും. ഇത് PN ഗോപികൃഷ്ണൻ്റെ വരികളാണ്, കൃതിയിലെ വരികളാണ്. അറ്റമില്ലാതെഴുന്ന ഭൂമിക്കുമേൽ ഒറ്റ ഞാണായി വലിഞ്ഞു മുറുകി ഞാൻ. ഇതാരുടെയാണ്? ബി. അനിതാ തമ്പിയുടെയാണ് കേട്ടോ. അനിതാ തമ്പി. ബി 3. സി 2. റെയിൽ വക്കത്ത് നിന്ന് 1, 2 എന്ന് എണ്ണുന്ന കുട്ടിയിൽ അവസാനത്തെ പൂതത്തിൽ ആനന്ദം പുഞ്ചിരിച്ചിടും. ഏതാണ്? സി 2. പി രാമൻ്റെയാണ് കേട്ടോ.
അവരോരോരുത്തരുടെയും ജീവിതങ്ങളുടെ ആകെ തുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികൾ കണ്ടുകൂട്ടുന്ന കനവുകളുടെ ആകെ തുകയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് നക്ഷത്രങ്ങളുടെ കൃത്യമായ എണ്ണം. ഇതാരുടെയാണ്? D 1 കേട്ടോ. അസീം താന്നിമൂട്. അസീം താന്നിമൂട്. ഓക്കെ. അടുത്ത ചോദ്യം, ഇരിയമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? D തോരണയുദ്ധമാണ്. തോരണയുദ്ധമാണ്. 54ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇതിൽ നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളും നോവലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് C ആണ് കേട്ടോ. C ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. A 4 ആണ്. കരിക്കോട്ടക്കരി. കരിക്കോട്ടക്കരി എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ഇറാനി മോസ് എന്ന് പറയുന്നത്. ഈ കരിക്കോട്ടക്കരി എന്ന് പറയുന്നത് വിനയ് തോമസിൻ്റെ നോവലാണ് കരിക്കോട്ടക്കരി. അതിലെ കഥാപാത്രമാണ് ഇറാനി മോസ് എന്ന് പറയുന്നത്. അടുത്തത് B പീലിപ്പോസ് എന്ന് പറയുന്നത് അടി എന്ന് പറയുന്ന നോവലിലാണ്. അടി എന്ന് പറയുന്ന നോവലിൽ നമുക്കറിയാം ഷിനിലാലിൻ്റെയാണ്. ഷിനിലാലിൻ്റെ നോവലാണ് അടി എന്ന് പറയുന്നത്. അതിലെ കഥാപാത്രമാണ് പീലിപ്പോസ്. അടുത്തത് ഉണ്ണിച്ചെക്കനാണ്. ഉണ്ണിച്ചെക്കൻ എന്ന് പറയുന്നത് അടിയാളപ്രേതം എന്ന് പറയുന്ന നോവലിലെ PF മാത്യൂസിൻ്റെ നോവലാണ് അടിയാളപ്രേതം. അടിയാളപ്രേതം എന്ന് പറയുന്നത് PF മാത്യൂസിൻ്റെ ഒരു നോവലാണ്. ഉണ്ണിച്ചെക്കനാണ് അതിലൊരു കഥാപാത്രമാണ് ആര്? ഉണ്ണിച്ചെക്കൻ. ഓപ്ഷൻ D വാവച്ചൻ. വാവച്ചൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ മീശയിലെ ക്യാരക്ടറാണ്. S ഹരീഷിൻ്റെ മീശയിലെ ക്യാരക്ടറാണ് വാവച്ചൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് പിന്നെ ഈ പുറ്റ് എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? വിനോയ് തോമസിൻ്റെ തന്നെയാണ് കേട്ടോ. പുറ്റ് എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? വിനോയ് തോമസിൻ്റെ ഒരു നോവലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മുസിരീസ് പൈതൃക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതെന്നാണ്? അതിൻ്റെ ആൻസർ വരുന്നത് D ആണ് കേട്ടോ. സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയാണ്. അടുത്തത്, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. D ആണ്. എല്ലാം തെറ്റ് എന്നുള്ളതാണ് കേട്ടോ. എല്ലാം തെറ്റാണ്. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി എന്തിനാണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? C ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഏത്? B മായ OS. ഇത് PSC ക്യാൻസൽ ചെയ്തു കേട്ടോ. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? 62 ബ്ലൂറേ ഡിസ്കാണ് കേട്ടോ. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? C ആണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത്, പോക്സോ നിയമം നിലവിൽ വന്നത് 2012. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? B ആണല്ലേ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? എല്ലാം. സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം, ഇതിലെല്ലാം. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? 1 വർഷം വരെ തടവോ 2 ലക്ഷം വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടുമാണ്. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? ഓപ്ഷൻ C ആണ് ആൻസർ. 6 അംഗങ്ങൾ. 69ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്?
കേന്ദ്ര സർക്കാരിനാണ്. മാത്സ് ചോദ്യങ്ങളാണ്, ഉത്തരം പറഞ്ഞു പോവാം. 71ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി ആണ്. 72 ബി, 73 എ, 74 ബി ആണ്, 75 എ, 76 സി, 77 ഡി ആണ്, 78 സി, 79 ചോദ്യം ക്യാൻസൽ ചെയ്തു. 80ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 81ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ്, ഇൻ്റർജെക്ഷൻ ആണ്. അലാസ് എന്നൊക്കെ നമ്മൾ കേട്ടാറില്ലേ, അലാസ് അലാസ് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഇൻ്റർജെക്ഷൻസ് ആണ് കേട്ടോ. അരേ ഹി വോൺ ദി മാച്ച്, ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇൻ്റർജെക്ഷൻ ആണ്. ഓക്കെ ഫൈൻ. അടുത്തത് ദ സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസ്. ജീൻസിൻ്റെ സിംഗുലർ ഏത് തന്നെയാണ്, ജീൻസ്. ഓപ്ഷൻ ബി. 83 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇയർ മാർക്സ് എന്നാണ്. 83ാമത്തെ ചോദ്യം സി ആണ് കേട്ടോ ആൻസർ വരിക, സി. യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ബെറ്റർ. 84ാമത്തെ ചോദ്യം ദ ടെസ്റ്റ് വാസ് ഡാഷ്, ക്യാൻസൽ ചെയ്തു എന്നുള്ളതിൻ്റെ മീനിങ് ഏതാണ്, പുട്ട് ഓഫ് ആണ് വരിക. അടുത്തത് ദ ഫ്ലൈസ് ഫെൽ ഡാഷ് ദ ഷെൽഫ്, യൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ആണ്. ഏതാണ്, 85ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓഫ് ആണ് കേട്ടോ, ഫെൽ ഓഫ് ദ ഷെൽഫ്. ദ ഇഡിയം വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീൻസ് റെയർലി അല്ലേ. 86ൻ്റെ ആൻസർ ബി ആണ് വരിക. ആൻറ്റോണിം ഓഫ് ദ വേർഡ് റെഗുലർ, റെഗുലറിൻ്റെ ആൻറ്റോണിം എന്താണ് വരിക, 87 ബി ആണ് വരിക, ഇറഗുലർ. വി ഡു അവർ വർക്ക്, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് വി ഡു അവർ വർക്ക്. 88ൻ്റെ ആൻസർ എന്താണ്, ഡോണ്ട് വി. എക്സ്പാൻഷൻ ഓഫ് എക്സെട്രയുടെ എക്സ്പാൻഷൻ എന്താണ്, എറ്റ്സെട്ര. ദർ ഈസ് എ ലോങ് ഡാഷ് ഇൻ ദ ഫ്രണ്ട്. ക്യൂവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, QUE. ഓക്കെ, ക്യൂ. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം കണ്ടെത്തുക. ഏതാണ്, അക്ഷൗഹിണിയാണ്. അക്ഷൗഹിണി 91 ബി ആണ് ആൻസർ, അക്ഷൗഹിണി. ഇത് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ 2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കാണുക. ഓക്കെ, അതേപോലെ തന്നെ LDC തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം ആ ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാം, എക്സാമിന് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അടുത്തത് നാഴികയുടെ 60 പങ്ക് എന്താണ്, 92 സി ആണ്, വിനാഴിക. ഇതും നമ്മൾ ആ SCRT മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിലെ SCRT മലയാളം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് 93ാമത്തെ ചോദ്യം എന്താണ്, പിരിച്ചെഴുത്താണ്. പരമോച്ച നില എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്, ആൻസർ ഏത് വരും, പരമ ഉച്ച പ്ലസ് നില, പരമ പ്ലസ് ഉച്ച പ്ലസ് നില. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം എന്നർത്ഥം വരുന്ന ഏതാണ്, 94 ബി ആണല്ലേ, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. ആ പദക്കൂട്ടമാണ് ശരി. 95ാമത്തെ ചോദ്യം വിപരീത പദം ഏത്, അധ്യാത്മത്തിൻ്റെ വിപരീതമാണ് ഏത്, ഭൗതിക കേട്ടോ. അടുത്തത് നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത് ബി, സത്യസന്ധമായിട്ട് പെരുമാറുക. അടുത്ത ചോദ്യം ചേർത്തെഴുതുക എന്നുള്ളതാണ്. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അരജൻ. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക, ഡി ആണ് വരിക അല്ലേ, മലർക്കളം എഴുതി കാത്തോരരജൻ. അടുത്തത് വൈരിയുടെ സ്ത്രീലിംഗം എന്താണ്, ഇത് നമ്മൾ SCRTയിൽ പറഞ്ഞല്ലേ. 98 എ ആണല്ലേ, വൈരിണി. ആൻഡ് അടുത്തത് ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഇതും SCRT തന്നെ ഉള്ളതാണ് കേട്ടോ മലയാളത്തിൽ. 99ൻ്റെ ആൻസർ എന്താണ് വരിക, എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി ആണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ആൻസേഴ്സ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.